Welcome all to the YouTube channel of Vyasa Institute of Mathematics. എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനെ ധൈര്യത്തോടുകൂടി ഫേസ് ചെയ്യുന്നതിന് ആ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ ഉയർന്ന സ്കോർ കിട്ടുന്നതിനും ആവശ്യമായ കുറച്ച് ടിപ്സ് ഈ എപ്പിസോഡുകളിൽ ഇപ്പോൾ നമ്മൾ നൽകുന്നത് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് പാർട്ടിനുള്ള ടിപ്സ് ആണ്. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിന്റെ ടിപ്സ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റു ടോപ്പിക്കുകളും കവർ ചെയ്യുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ 2 ഡിജിറ്റ് നമ്പറുകളും 3 ഡിജിറ്റ് നമ്പറുകളും എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നതിനുള്ള കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡ്സ് നമ്മൾ കണ്ടു. ഈ എപ്പിസോഡിൽ നമുക്ക് നമ്പറുകളുടെ സ്ക്വയറുകളെ കുറിച്ചും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡിനെ കുറിച്ചും പരിചയപ്പെടാം. നമ്പറുകളുടെ സ്ക്വയറുകൾ കണ്ടുപിടിക്കുന്ന മെത്തേഡ് പറയുമ്പോൾ ആദ്യം നമുക്ക് 5 എൻഡ് ചെയ്യുന്ന നമ്പറുകളുടെ സ്ക്വയർ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഈസി മെത്തേഡ് പരിചയപ്പെടാം. 5 അവസാനിക്കുന്ന നമ്പറുകൾ, അതായത് 15, 25, 35, 45, 55, 65 അങ്ങനെ 5 അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ. 5 അവസാനിക്കുന്ന നമ്പറുകളുടെ സ്ക്വയർ ഇപ്പോൾ ഒരു ഡിജിറ്റ്, ഇവിടെ ഒരു ഡിജിറ്റ് ഒരു നമ്പർ വായിക്കുക, എ എന്നുള്ള നമ്പർ, then 5 അവസാനിക്കുന്ന ലാസ്റ്റ് നമ്പർ എ 5. ഇപ്പുറത്ത് ഏതെങ്കിലും നമ്പർ ഉണ്ട് എങ്കിൽ ഇതിന്റെ സ്ക്വയർ കിട്ടുന്നതിന് ചെയ്യേണ്ടത് എ എന്ന നമ്പർ എന്താണോ ഉള്ളത് അതിന്റെ നെക്സ്റ്റ് നമ്പറുമായി മൾട്ടിപ്ലൈ ചെയ്യുക. എന്ന് പറഞ്ഞാൽ എയും a+1 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, എയും a+1 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് 65ന്റെ സ്ക്വയർ ആണ് വേണ്ടതെങ്കിൽ 65ന്റെ സ്ക്വയർ വേണമെങ്കിൽ ഇവിടെ a എന്ന് ഉദ്ദേശിച്ചത് 6 ആണ്. a എന്ന് ഉദ്ദേശിച്ചത് 6 ആണ്. അപ്പോൾ 6നെ 6+1, അതായത് 6നെ 7 കൊണ്ട് 6ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 42 കിട്ടും. അതാണ് a × a+ എന്ന് പറയുന്നത്. 6ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 42. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് ഈ 5ന്റെ സ്ക്വയർ ആയ 25, 5ന്റെ സ്ക്വയർ ആയ 25 അത് ഇവിടെ എഴുതണം. 6 × 7 എഴുതി കഴിഞ്ഞിട്ട് പിന്നെ 5ന്റെ സ്ക്വയർ ആയ 25 എഴുതുക. 42, 25 അതാണ് 65ന്റെ സ്ക്വയർ. അത്ര ചെയ്യാൻ a5 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a × a+ എന്ന് എഴുതിയിട്ട് ഇവിടെ 25 കൂടെ എഴുതിക്കുക. അപ്പൊ നമുക്ക് 5 അവസാനിച്ച നമ്പറിന്റെ സ്ക്വയർ കിട്ടും. അതായത് നിങ്ങൾക്ക് 15ന്റെ സ്ക്വയർ വേണമെങ്കിൽ അപ്പോൾ ഇവിടെ 1 ആണ്. 1നെ 2 മായി മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2 2. ഇനി 5ന്റെ സ്ക്വയർ 25 എഴുതിയാൽ പറ്റും. 1ന്റെ സ്ക്വയർ 1നെ 2 മായി മൾട്ടിപ്ലൈ ചെയ്ത് 2 × 5ന്റെ സ്ക്വയർ 225. അപ്പോൾ 15ന്റെ സ്ക്വയർ 225. 25ന്റെ സ്ക്വയർ വേണമെങ്കിൽ 2നെ 3 മായി മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 3 6, 25. ഇവിടെ അടുത്തതുപോലെ 35ന്റെ സ്ക്വയർ വേണമെങ്കിൽ 3 × 4 12, 25. 85ന്റെ സ്ക്വയർ വേണമെങ്കിൽ 8 × 9, 8 × 9 72, 25. അതുപോലെ ഇപ്പോൾ ഇത് 2 ഡിജിറ്റ് നമ്പർ മാത്രമല്ല, ഇത് നമുക്ക് 3 ഡിജിറ്റ് നമ്പർ ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ 105ന്റെ സ്ക്വയർ വേണം, അപ്പോൾ a ആയിട്ട് നമ്മൾ എടുക്കുന്നത് 10 ആണ്. a ആയിട്ട് 10 എടുക്കും. 10 × 11, 10 × 11 110. പിന്നെ 5ന്റെ സ്ക്വയർ 25. 10 × 11 110, 25. 115ന്റെ സ്ക്വയർ വേണമെങ്കിൽ 11 × 12, 11 × 12, 11 × 12 എടുക്കുമ്പോൾ നിങ്ങൾക്ക് 132 കിട്ടും. പിന്നെ 25 എഴുതിയാൽ മതി. ഇങ്ങനെ 5 അവസാനിക്കുന്ന ഏതൊരു നമ്പറിന്റെയും സ്ക്വയർ നിങ്ങൾക്ക് ഈ രീതിയിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര ഡിജിറ്റ് ഉള്ളതാണെങ്കിലും ഈ മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് കൂടുതൽ നമ്പറുകൾ എഴുതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക.
പിന്നീട് 5 അവസാനിക്കാത്ത 2 ഡിജിറ്റ് നമ്പറുകളുടെ സ്ക്വയറുകൾ വരാം. 5 ഡിജിറ്റ് ചെയ്യാത്ത 2 ഡിജിറ്റ് നമ്പർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 43യുടെ സ്ക്വയർ എടുക്കണമെങ്കിൽ 43യുടെ സ്ക്വയർ എടുക്കണമെങ്കിൽ ചെയ്യുന്നത് ആദ്യം 3യുടെ സ്ക്വയർ 9. 3യുടെ സ്ക്വയർ എടുക്കുക. 3യുടെ സ്ക്വയർ 9. പിന്നീട് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 4ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടും. 12നെ ഡബിൾ ചെയ്യണം. അതിന് ഇരട്ടി എടുക്കണം. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ കിട്ടുന്നതിന്റെ ഇരട്ടി എടുക്കുക. 4 × 3 12ന്റെ ഇരട്ടി 24. 24ന്റെ 4 ഇരട്ടി. 24ന്റെ 4 ഇരട്ടി. മിച്ചം 2 ഉണ്ട്. 3യുടെ സ്ക്വയർ എഴുതി 9. പിന്നെ 4 × 3 12. 12ന്റെ ഡബിൾ ആണ് 24. മിച്ചം 2. ഇനി 4ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ 16. 16 + 2 18. അപ്പോൾ 1849 എന്ന്. 43യുടെ സ്ക്വയർ എടുക്കാൻ 3യുടെ സ്ക്വയർ എഴുതി. 4 × 3 12ന്റെ ഡബിൾ എഴുതി. പിന്നെ 4ന്റെ സ്ക്വയർ. നിങ്ങൾ ഓർത്താൽ മതി a + b ഹോൾ സ്ക്വയറിന്റെ ടേമുകൾ വരുന്നത് a² + 2ab + b² അല്ലേ? a² + 2ab + b². അതാണ് a². ab എടുത്തിട്ട് ഡബിൾ ആക്കുന്നു. അപ്പോൾ 2ab പിന്നെ b². ഇവിടെ നിന്നാണോ പറയുന്നതേ ഉള്ളൂ. a² ab യുടെ ഡബിൾ 2ab then b². ഇങ്ങനെ എഴുതിയാൽ നമുക്ക് 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയറും ഒറ്റ ലൈനിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 72ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ 4. 2 × 7 14. 14ന്റെ ഡബിൾ 28. 2ന്റെ സ്ക്വയർ 4 എഴുതി. പിന്നെ 7 × 2 14. 14ന്റെ ഡബിൾ 28. ആ 28ൽ 8 എഴുതി. പിന്നെ മിച്ചം 2. 7ന്റെ സ്ക്വയർ 49. 49 + 2 50. അപ്പോൾ 5184 എന്ന്. 72ന്റെ സ്ക്വയർ 2 സ്ക്വയർ 4. then 7 × 2 14. 14ന്റെ ഡബിൾ 28 എഴുതി. പിന്നെ മിച്ചം 2 ഉണ്ട്. 7 സ്ക്വയർ 49. 49 കൊണ്ട് 2 ചേർക്കും. ഈ രീതിയിൽ നിങ്ങൾക്ക് 2 ഡിജിറ്റ് നമ്പറുകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇങ്ങനെ സ്ക്വയറുകൾ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇനി ഇത് കൂടാതെ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കുറച്ച് നമ്പറുകളുടെ സ്ക്വയറുകൾ ബൈ ഹാർട്ട് ആക്കണം. കുറച്ച് നമ്പറുകളുടെ സ്ക്വയറുകൾ ബൈ ഹാർട്ട് ആക്കണം. ഏറ്റവും കുറഞ്ഞത് 30 വരെ 30ന്റെ വരെ 1 മുതൽ 30 വരെയുള്ള നമ്പറുടെയെങ്കിലും സ്ക്വയറുകൾ ബൈ ഹാർട്ട് ആക്കണം. അതൊരു ലിസ്റ്റ് എഴുതി പ്രിപ്പയർ ചെയ്തിട്ട് ബൈ ഹാർട്ട് ആക്കി വെക്കണം നിങ്ങൾ. അത് അത്യാവശ്യമാണ്. ഈ സ്ക്വയർ എഴുതാൻ വേണ്ടി മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് വരുന്ന ന്യൂമറിക്കൽ പാർട്ടിലെയും റീസണിങ് പാർട്ടിലെയും ഒക്കെ ചില ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു നമ്പറിനെ കാണുമ്പോൾ തന്നെ അത് ഇന്നതിൻ്റെ സ്ക്വയർ ആണെന്ന് തോന്നണം. അത് തോന്നിയാലേ നമുക്ക് അതിൻ്റെ ആൻസർ ലഭിക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി കുറഞ്ഞത് 30 വരെയെങ്കിലും ഉള്ള നമ്പറിന്റെ സ്ക്വയറുകൾ ബൈ ഹാർട്ട് ആക്കാം. ഞാനിപ്പോൾ തൽക്കാലം ആ 30 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയറുകളുടെ ഒരു ലിസ്റ്റ് ഇവിടെ എഴുതുന്നില്ല. അത് നിങ്ങൾക്ക് ലിസ്റ്റ് വേണമെന്നില്ല. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എഴുതി ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. തൽക്കാലം ഞാൻ ഒന്ന് ഇവിടെ നിർത്താം. 1² = 1, 2² = 4, 3² = 9, 4² = 16, 5² = 25, 6² = 36, 7² = 49, 8² = 64, 9² = 81, 10² = 100, 11² = 121, 12² = 144, 13² = 169, 14² = 196,
15 square equal to 225. 16 square equal to 256. 17 square equal to 289. 18 square equal to 324. 19 square equal to 361. 20 square equal to 400. 21 square equal to 441. 22 square equal to 484. 23 square equal to 529. 24 square equal to 576. 25 square equal to 625. 26 square equal to 676. 27 square equal to 729. 28 square equal to 784. 29 square equal to 841. 30 square equal to 900. ഒന്ന് മുതൽ 30 വരെയുള്ള നമ്പറിലെ സ്ക്വയറുകളുടെ ലിസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് സ്വയം പ്രിപ്പയർ ചെയ്യാവുന്നതാണ്, എന്നിട്ട് പഠിച്ചെടുക്കുക. ഈ സ്ക്വയറുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇപ്പൊ ഇവിടെ ഈ സ്ക്വയറുകളുടെ ലിസ്റ്റ് കാണുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഒരു പ്രത്യേകത നോട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോ 13 സ്ക്വയർ 169 ആണ്. 13 സ്ക്വയർ 169. 14 സ്ക്വയർ 196 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 27 അല്ലേ? 13 സ്ക്വയർ 169, 14 സ്ക്വയർ 196. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 27 ആണ്. ഈ 27 എന്ന് പറയുന്നത് 2 into 13 plus 1 ആണ്. 2 into 13 plus 1. 13 സ്ക്വയർ കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ 14 സ്ക്വയർ കിട്ടണമെങ്കിൽ 2 into 13 plus 1 ആയ 27 ആഡ് ചെയ്താൽ മതി. അതുപോലെ വേണമെങ്കിൽ ഇവിടെ നോക്കിക്കോളൂ. 23 സ്ക്വയർ 529, 24 സ്ക്വയർ 576. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 47 അല്ലേ? 529 ഉം 576 തമ്മിലുള്ള ഡിഫറൻസ് 47 ആണ്. ആ 47 എന്ന് പറയുന്നത് 2 into 23 plus 1 ആണ്. 2 into 23 plus 1 ആണ്. 46 plus 1 47 ആണ്. അത് എല്ലായിടത്തും ശരിയാണ്. അതായത് ഏതെങ്കിലും ഒരു നമ്പറിന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നെക്സ്റ്റ് നമ്പറിന്റെ സ്ക്വയർ കിട്ടണമെങ്കിൽ, ഒരു നമ്പറിന്റെ സ്ക്വയറിൽ നിന്ന് നെക്സ്റ്റ് നമ്പറിന്റെ സ്ക്വയറിലേക്ക് പോകണമെങ്കിൽ ആ നമ്പറിന്റെ ഡബിൾ പ്ലസ് 1 ആഡ് ചെയ്താൽ മതി. നമ്പറിന്റെ ഡബിളിനോട് കൂടി 1 കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന നമ്പർ ചേർത്താൽ അടുത്ത നമ്പറിന്റെ സ്ക്വയർ. അതും സത്യത്തില് പുതിയ കൂടൊന്നുമല്ല, ഞാൻ പറഞ്ഞത് ഇതാണ്. എന്നിന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാം, n എന്ന നമ്പറിന്റെ സ്ക്വയർ അറിയാം എങ്കിൽ അതിനടുത്ത നമ്പർ n+1 സ്ക്വയർ കിട്ടണമെങ്കിൽ എന്നിന്റെ സ്ക്വയറിനോട് കൂടി ഈ നമ്പറിന്റെ ഡബിൾ, അതായത് 2n plus 1 കൂടി ചേർത്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിന്റെ സ്ക്വയറിനോട് കൂടി 2n plus 1 കൂടി ചേർത്താൽ മതി. ഇത് ആക്ച്വലി n+1 whole square എക്സ്പാൻഷൻ ആണ്. n+1 whole square എക്സ്പാൻഡ് ചെയ്യുമ്പോൾ n square plus 2n+1 ആ ഫോർമുല തന്നെയാണ്. അത് തന്നെയാണ് ഈ പറഞ്ഞത്. പക്ഷെ അത് ആ ഫോർമുല ഉപയോഗിക്കാതെ ഏതൊരു നമ്പറിന്റെ സ്ക്വയറിൽ നിന്ന് നെക്സ്റ്റ് നമ്പറിന്റെ സ്ക്വയറിലേക്ക് പോകണമെങ്കിൽ നമ്പറിന്റെ ഡബിൾ പ്ലസ് 1 എഴുതിയാൽ മതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 32ന്റെ സ്ക്വയർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും 1024 ആണ്. 32ന്റെ സ്ക്വയർ 1024 ആണ്. അപ്പോൾ 33യുടെ സ്ക്വയർ കിട്ടണമെങ്കിൽ 1024 കൂടി 32ന്റെ ഡബിൾ ആയ 64 പ്ലസ് 1 ആഡ് ചെയ്താൽ മതി. 64 പ്ലസ് 1 അതായത് 65 ആഡ് ചെയ്താൽ മതി. അപ്പോൾ 1089 എന്ന് കിട്ടും. 33യുടെ സ്ക്വയർ 1089. ഇനി 34ന്റെ സ്ക്വയർ കിട്ടണമെങ്കിൽ ഈ നമ്പറിനോട് കൂടി 2 into 33 plus 1. 2 into 33 എന്ന് പറയുമ്പോൾ 66 plus 1. 67 ആഡ് ചെയ്താൽ മതി. 67 ആഡ് ചെയ്യുമ്പോൾ 16 1156 കിട്ടും.
ഇനി 35ന്റെ സ്ക്വയർ വേണമെങ്കിൽ 2 into 34 പ്ലസ് 1 ആഡ് ചെയ്താൽ മതി. അങ്ങനെ ഏതൊരു നമ്പറോടും അതിന്റെ ഡബിൾ പ്ലസ് 1 ആഡ് ചെയ്താൽ നെക്സ്റ്റ് നമ്പറിന്റെ സ്ക്വയർ. അത് സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള അടുത്ത നമ്പറിന്റെ സ്ക്വയർ കിട്ടാനുള്ള ഒരു മെത്തേഡാണ്. ഇനി ഈ സ്ക്വയറുകളുടെ ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡിലേക്ക് വരാവുന്നതാണ്. ഈസി മെത്തേഡ് ഈ സ്ക്വയറുകളുടെ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ താങ്ക് യു.